ഷെമീന ഇതാ അങ്ങോട്ട് വാ ഏനിയാതുണ്ടായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് എന്താന്ന് പറയാ, ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചിങ്ങായിട്ട് ഇതാക്കണം നല്ല അടിപൊളി ചിക്കനൊക്കെ വാങ്ങി വരികയാണ്. സാധാരണ ചിക്കൻ അല്ല ഇത്, മറ്റേ ഇതില്ലേ ലഗോണ് അണ്ണാച്ചിക്കോയി, അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മാഡത്തിന് വേണ്ടത്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇത്ര ദിവസമായി അറിയോ ഗൈസ്, ഉറങ്ങിയിട്ട് നല്ലോണം ഉറങ്ങിയിട്ട് ഇപ്പം ഒരു 4-5 ദിവസമൊക്കെ ആയി. ഇപ്പൊ ഉറക്കൊന്നും ഇങ്ങോട്ട് റെഡി ആകാനില്ല. കാരണം ആയുഷുന്റെ അടുത്ത്, ഞാനും ആയുഷും ഇങ്ങനെ ഒരു ബെഡിലും ഷെമി വേറെ ബെഡില്ല. കാരണം ഷെമിനെ വയറ് തട്ടാനും തൊടാനൊന്നും പറ്റാത്തത് കൊണ്ട് ആയുഷു ഇപ്പൊ എന്റെ അടുത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ ആയുഷ് എടുക്കുന്ന രാത്രിയൊക്കെ എണീച്ച് ഞാൻ കിടക്കുമ്പോ ഒരു 12-1 മണിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു 1:30 ആകുമ്പോഴേക്കും ആയുഷു ഡാഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും ആയുഷു അത്രയും കട്ട ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അതും ഒരു രസമാണ് കേട്ടോ. മക്കളെ നമ്മുടെ അടുത്തേക്ക് ഉറക്കൊന്നും നമുക്ക് ആ സമയത്ത് ഡാഡാന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഉറക്കൊന്നും വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നൂല. ഉറങ്ങാത്തതും പിന്നെ ഏത് ഉറക്കിലായാലും ഒരു വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ഡാഡാ നമുക്ക് ഞാനാ പിന്നെ എണീച്ചു പോകും, അറിയാതെ നമ്മൾ എണീച്ചു പോകും. അതൊക്കെ ഇറ്റ്സ് വെരി ഗുഡ് ഫീലിംഗ്. ഷെമിക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഏതായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. പക്ഷെ ഈ അവസരം ഫസ്റ്റൊക്കെ നല്ല രസമാണ്, ഇപ്പോഴൊക്കെ നല്ല രസമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ രസം കൂടുകയോ കുറയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ഇത്. ഷെമിയേ കൊറേ ഒരു പോയി കംപ്ലീറ്റ് വാങ്ങിയാലേ കിട്ടും. സാധാരണ മറ്റേ ബ്രോയിലർ കോയല്ലേ നമ്മൾ സാധാരണ തിന്നാല്, ആ സാധനം ആണെങ്കിൽ നമുക്ക് 100-150 വാങ്ങാം. പക്ഷെ ഈ സാധനം ഇതൊരു കോഴി ഫുള്ള് വാങ്ങിയാലേ ഉച്ചക്കടിയിലെല്ലാം ഇവിടുത്തെ കഴിക്കട്ടോ. പക്ഷെ അണ്ണാച്ചിക്കോയി എന്താക്കാൻ ചെയ്യാൻ വിചാരിച്ചേ, നെയ്ച്ചോറും നല്ല നെയ്ച്ചോറും ചിക്കൻ മുളകിട്ട് കറിയും വേറെ ലെവലായിരിക്കും. അവർക്ക് ഓരോ ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളാ. അപ്പൊ അണ്ണാച്ചിക്കോയി കഴിക്കുക. എനിക്ക് തോന്നുന്ന ഷെമിയെ അതാ വയറ്റില് ഇങ്ങോട്ട് നോക്കേ. ലഗോണ് പിന്നെ സ്പ്രിങ് അങ്ങനത്തെ ബ്രോയിലർ അങ്ങനെ ഓരോന്നും കഴിക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഷെമിക്ക് വയറ്റിലായിരുന്നു. ഷോക്ക് വെറും ബ്രോയിലറിന്റെ ആളായിരുന്നു. പക്ഷെ ഓടെ ഇഷ്ടം ഇങ്ങനെ പത്തിരി കഴിക്കാൻ ഡ്യൂട്ടി അല്ല. ഇങ്ങോട്ട് നോക്കി, എന്റെ ഡ്യൂട്ടി ഇതാ ഇവിടെ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇനി ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് ഞാൻ ഉള്ളോട്ട് അങ്ങോട്ട് കയറും. ഇതുവരെ ഉള്ളപ്പോണല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പുറത്താ. ഇവിടെ ഉള്ളിൽ കയറി ഞാൻ ഡോക്ടറോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് പുറത്ത് വന്ന് എന്നോട് ഓരോന്ന് പറഞ്ഞുതരാ. അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത്. അതെന്താ എന്നെ ഈ ഉള്ളോട് കേട്ടാത്? ഓർമ്മല്ലാന്നോ? അല്ലോ അങ്ങനല്ല. പിന്നെ ഇന്ന ഓർമ്മല്ലെങ്കിൽ നീ പറഞ്ഞു മനസ്സിലാക്കണ്ടേ. ടി ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കയറി നോക്കിയാലും മനസ്സിലാവുന്ന. അതല്ല വെളി ഉള്ളോട്ട് കയറി ഇന്നെ കൂട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഉള്ളോട്ട് കയറുമ്പോ ഡോറടിച്ചാല. പിന്നെ എന്തെന്നാണ് ഇനി ഞാൻ ഉള്ളോട്ട് കയറും. ഞാൻ ചോദിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇവിടെ ഐഡിയ ആണോ ഇല്ല എന്നുള്ള എനിക്ക് അറിയണല്ലോ. ഇവിടെ വെറും റെസ്റ്റ്. വേറൊരു കോമഡി ഒക്കെ ആണോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പെണ്ണിന്റെ പേരോല ഹസ്ബൻഡ് ആട്ടോ വന്ന് 32 അങ്ങനെ വരുന്നില്ലേ റൂമിന്റെ ഉള്ളിലേക്ക്. അപ്പുറത്താണ് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കഴിക്കുകയല്ലേ. ഞാൻ പറയാ എന്നിട്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് പറ്റും അങ്ങോട്ട് പോകുന്നില്ല. അയാൾ ടെൻഷനോണ്ട് ഇവരറിയാൻ കേറി വരിക. അത് പക്ഷെ വേറെ കാര്യമുണ്ട്. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുമ്പോ നമ്മളെ വൈഫിനെയും കൊണ്ടല്ല നമ്മൾ പോണേ. അപ്പൊ നമ്മൾ കാണിക്കുമ്പോ നമ്മളോട് കേറും. ഒരാഴ്ച എന്നെ കയറ്റി എന്ന് പറയാനൊന്നുമില്ല. വാതിൽമേ ഒന്നും ഇങ്ങനെ കാല് വെക്കാൻ സമ്മതിച്ചു. അത്രേ ഉള്ളു. അതിന്റെ ഉള്ളോട്ട് ഇവരെന്താ സംസാരിക്കുന്നത് നമുക്ക് അറിയണല്ലോ. പൈസ നമ്മളാണല്ലോ കൊടുക്കണേ. ഇത് നമ്മളൊന്ന് കാർഡ് എടുത്ത് വെക്കുക. അതുപോലെ എന്തോ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാ. അപ്പൊ സാറിനെ വിളിക്കുക. സാറൊന്നും വിളിച്ചില്ലേ കുഴപ്പമില്ല. നമ്മളൊന്ന് ആടി എത്തിയാ മതി. ഇല്ലേ പിന്നെ അങ്ങനെ വിളിച്ചു. പിന്നെ 2 പ്രാവശ്യം ചോദിച്ചിട്ട് എന്നെ പറയാൻ സമ്മതിക്കായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോഴിമുട്ട ഇത് ഇത്ര ഇവള് അങ്ങനെ വാങ്ങല്ലോ. ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ പരം ഇതാക്കണ മുട്ടയൊക്കെ പൊരയിൽ അറക്കുമ്പോ
ആദ്യമൊക്കെ കല്യാണൊക്കെ ഉണ്ടേ പൊരയിൽ അറക്കലേനും ഇതേ ഉള്ളു ഇപ്പൊ ഒരു കോയിന്റെ ആദ്യമൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു അതൊക്കെ വെള്ളോട് ചോദിച്ചാൽ മതിയല്ലോ ആദ്യം പറത്തിച്ച് പിടിക്കലൊക്കെ. അത് വേറെ കല്യാണൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ലോറിയിൽ കോയിൻ ഇറക്കലേനും. ലോറിയിൽ ഒന്നായിട്ട് ഒരു ലോഡൊക്കെ കോഴിയോ? ആ കോഴി ബിരിയാണി ഒക്കെ ആണെങ്കിൽ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇതുപോലെ ഷെഡ് പോലെ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ കോഴിനെ വളർത്തും. അല്ല പിറ്റേന്നൊക്കെ അയക്കാൻ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ കൊണ്ടുവരും. ഞാനൊക്കെ അതിന്റെ അടുത്തൊന്നും പോവില്ല, കാരണം തീറ്റകളിങ്ങനെ മുട്ട ഇടും. അത് പെറുക്കാ ഈറ്റകളെ നോക്കിക്കാ അറക്കണ അല്ല ഇങ്ങനത്തെ ലഗോൺ അന്നേ ഉണ്ട്. അല്ല കേട്ടോ അതല്ല ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ആയുഷിനെ മാറ്റിക്കലൊക്കെ ഞാനാണ്. നിങ്ങൾ കണ്ടോളി ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം. ബാബാ ഡ്രസ്സിങ് ഞാൻ കാണിച്ചു. അല്ലെങ്കിൽ ആയുഷിനെ മാറ്റിക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം ഞങ്ങൾ പരിചയപ്പെടുത്തരാം. കുട്ടികൾക്കൊക്കെ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ. അയാളെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അല്ലേ, എന്നിട്ട് ആയുഷിനെ മാറ്റിക്കാം. ബാബാ ഓക്കെ. അപ്പൊ ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും മാത്സിലൊക്കെ ഒരുപാട് വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓൽക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളെടുത്ത് പറയുന്നത്. ഞാൻ ഇപ്പം അടുത്ത് ഒരു മീറ്റപ്പിന് പോയ സമയത്ത് അവിടെ നീലകാന്ത് ഭാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അയാളെ കുറച്ച് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഓളം വേൾഡ് റെക്കോർഡുകളുള്ള ഒരാളാണ്. മെഡലുകൾ, റെക്കോർഡുകൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നീലകാന്ത് ഭാനു എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മൂപ്പരെ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം മൂപ്പര് പുതുതായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത്. ബാൻസു എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മൾക്ക് പെട്ടെന്ന് എന്താ പറയുക കണക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ട്രിക്ക് കാര്യങ്ങളൊക്കെ മൂപ്പര് അതിൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരൻ്റെ അടുത്ത് പറഞ്ഞേ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 150ഓളം കുട്ടികൾക്ക് ഫസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യുന്ന 150ഓളം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് നമ്മൾ ഈ ഡെമോ ക്ലാസ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിനുള്ള ലിങ്ക് കൊടുക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ കുട്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ് തരും. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് എവിടെ നിന്നായാലും ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ UK ആയാലും USA ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും ഗൾഫ് കൺട്രീസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാം. അപ്പം പിന്നെ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 30% ഓഫും ഉണ്ട്. നമ്മളെ ന്യൂ ഇയറും ബാക്കിയുള്ള പ്രമാണിച്ച് ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് 30% ഓഫർ പോലും കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നീലകാന്ത് ഭാനു എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആളെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെമോ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സുഖമായിട്ട് നമുക്ക് നോക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി ഞാൻ ഐശ്വര്യ മാറ്റിക്കട്ടെ. ഞാനും ഷെമിയും തമ്മിൽ ഡ്രസ്സിങ്ങിൽ വ്യത്യാസം കണ്ടോളിങ്ങൾ. ഓളൊന്നായിട്ട് പഞ്ചൻ ലുക്കാക്കിക്കുക ഐശ്വര്യ. ഞാൻ പുതിയ നമ്മളായിട്ടുള്ള ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ ഷെമിയാണ് ആയുഷിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകല്. ഇന്നലെ ഞാനും ആയുഷും പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തില്ല. ആയുഷും നമ്മൾ ഡ്രസ്സ് എടുത്തില്ലേ? ആയുഷിന് ഉടുപ്പ് വേണം. ഞങ്ങൾ ഉടുപ്പല്ലാണ്ട് കുറച്ച് ഒരു പാന്റ്, ഷർട്ട്, പിന്നെ വേറെ ടീഷർട്ട് ഒക്കെ ഇട്ട് ഇതിങ്ങൾ കണ്ട ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ മാറും. ഇനി ഷെമീന്റെ ആ ലോക്കൽ അണ്ണാമുണ്ണി കളിയല്ല. ഷെമീനാ ഇതാ അങ്ങോട്ട് വാ പഠിക്കി. മക്കൾക്ക് ഞാൻ ഡ്രസ്സ് എടുക്കലെന്ന് പഠിക്കി. ഡ്രസ്സും എടുക്കാൻ അറിഞ്ഞോട്ടെ. ഞങ്ങൾ രണ്ടാളും കൂടെ ഉമ്മമാരില്ലാത്ത മക്കളായിരിക്കും ഇപ്പോ. ഞാനും ആയിഷു അല്ലേ? ഞങ്ങൾ ഉമ്മമാരില്ലാത്ത, എന്റെ അമ്മ ഗൾഫിലും ആണ്, ഷെമീന്റെ അമ്മ ഒരു തലയും അങ്ങനെ അല്ല ആയിഷുവിന്റെ അമ്മ. അതല്ല ഞാൻ ഇവിടെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ആയിഷുവിന്റെ അമ്മ ഉദ്ദേശിച്ചത്. ഷെമിയെ ഞങ്ങളുടെ പറഞ്ഞത് എന്റേതല്ല, എന്റെ കേസിനെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ താല്പര്യമില്ല. മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്തില്ലേ എന്റെ മക്കളെ ഡ്രസ്സിങ് അടിപൊളിയാ. ഓൾക്ക് ബുദ്ധിയുള്ള കൊണ്ട് അഞ്ഞി എടുത്താലും നാശാക്കിക്കാളെ. അങ്ങോട്ട് കാണിച്ചെടുക്കട്ടെ. ഇങ്ങനത്തെ നാട്ടിൽ കാണിച്ചെടുക്ക്. ഇതൊക്കെ മമ്മന്റെ പഠിച്ച.
അന്ന് ആക്കി കൊടുക്ക് നമ്മളെ ആളാ സുന്ദരി പറഞ്ഞോട് ഒന്നാക്കി സുന്ദരി പാരി കൊഞ്ച ക്യാമറ കൊണ്ടുള്ള കൊഞ്ചൽ പരിപാടിയാണ്. നോക്ക് വേഗം വെട്ടിക്കാളിയല്ലേ അപ്പൊ അത് നിർബന്ധാക്കിയാല് ഔട്ട് പോവും. ഇത് ഉള്ളോട്ടാക്ക്, ഈ നൂലുള്ളോട്ടാക്ക്. ഇല്ല, ഈ കയറുള്ളോട്ടാക്ക്, ആഴ്ച ഇവിടെ കെടുക്കല്, ആ കയറ് പുറത്തേക്ക് ഇടണ മോഡല്. എനിക്ക് സംഭവം തന്നെയാണ്. ഇത് വെച്ചാ കിട്ടും. എനിക്ക് സംഭവം തന്നെയാണ്. ഞങ്ങൾ രണ്ടാള് ഒപ്പര കെടുക്കാനാണ് സംഭവം. ഞാൻ പറയുന്ന കയറ് പുറത്തേക്ക് ഇട്ടോന്നാ. അതാ പുതിയ മോഡല്. മോഡലൊക്കെ എല്ലാം പറഞ്ഞു തരും. ഇപ്പൊ എന്നോട് പറയും, ഓരോ ദിവസം വന്ന് പറയും മോഡല് മാറിയിട്ടുണ്ടോ, അപ്ഡേഷൻ എങ്ങനെ മുബാസ് അറിയിച്ചു. ഈ പടുത്തിട്ട കോസ്റ്റ്യൂം എന്താ എന്റെ അഭിപ്രായം? വൈറ്റ് മേല് റോസ് കളർ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് അല്ല, ഞാൻ അങ്ങനത്തെ മോഡല് അല്ല. എന്താ അത് ചെറിയ മക്കളല്ലേ പിന്നെ വയസ്സാകാണ്ടി ഒക്കെ സംഭവല്ലേ, നല്ല ഇതൊക്കെയാണ്. പക്ഷെ എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല മോഡലുകൾ. പിക്ക് സൈഡ് ഇവിടെ കൊടുക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ, പോകാല് അരിശ് നമ്മള് പോവാ. ചായ അടിച്ചിനോ? അപ്പോഴേക്ക് ഞാൻ അവിശുവിനെ ക്ലാസ്സിലാക്കട്ടെ. അപ്പോഴേക്കും ഷെമി പിന്നെ ഉച്ചക്ക് മറ്റേ ഫുഡ് ഉണ്ടാക്കല്ലോ, മറ്റേ ബ്രോയിലർ എന്തായിരുന്നു, ലഗോണ് അണ്ണാച്ചിക്കോയി. ഇവിടെ ലഗോണ് എന്ന് പറയും, ചിലടത്ത് അണ്ണാച്ചിക്കോയി എന്ന് പറയും, ചില സ്ഥലത്ത് എന്താന്നൊക്കെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി അവിശുവിനെ ക്ലാസ്സിലാക്കട്ടെ. പിന്നെ എനിക്ക് മുബാസിന്റെ ഒരു സ്ഥലത്ത് പോകാണ്ട്, അത് കഴിഞ്ഞ് ഉച്ചക്ക് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം അല്ലേ? യെസ്. ഇപ്പം ഞങ്ങൾ ഇതാ അടിപൊളി നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ടൈം 1:30. എന്താ ഇവിടെ ചോറ് ചോദിക്കാത്ത ആർക്കറിയാം? വിശക്കണില്ലേക്കല്ലോ, എല്ലാം വിശക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നെയ്ച്ചോറൊക്കെ ആണല്ലോ. ഷെഫി, അതിപ്പോ എന്തിനാ ഫുഡ് കഴിച്ചിട്ട് ഇതാക്കാം? നല്ല ചിക്കൻ കറി ഇതാക്കണ. ഇങ്ങനത്തെ ചിക്കൻ നമുക്ക് നല്ലോണം വേവിക്കണം കേട്ടോ. എത്ര നേരമായി വേണമെന്നാ. ഇങ്ങനത്തെ ചിക്കൻ ആരോ പൊരിക്കല്ലോ, ആരോ കമൻറ്റ് ചെയ്യണം കേട്ടോ. പൊരിക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വേളിലെ ചിക്കന് പൊരിക്കലും കേട്ടില്ല. ഞാൻ എന്നോട് എപ്പോഴും പറയല്ല ഇത് ഓഫ് ചെയ്യണമെന്ന്. പാട്ട് കേട്ട് പോരാന്നല്ലാതെ ഓഫ് ചെയ്യാൻ എനിക്ക് ഓർമ്മയില്ല. എന്റെ കറണ്ട് ബില്ല് ഇനി അടിക്കും ഇവിടെ. അതിനകത്ത് കറണ്ട് ബില്ലാവൂല മോനോ. ഇതൊക്കെ ഇതെപ്പം പാട്ട് വെച്ച് കഴിഞ്ഞാലും ഓഫ് ചെയ്യാൻ ഇവിടെ ഒരാള് വേണം. അതിനൊക്കെ ഇപ്പൊ അതിനത്രം കറണ്ടാവോ? കറണ്ട് ആവണല്ല, എന്നാലും ഇത് ഓഫ് ചെയ്യണ്ടേ. അങ്ങനൊക്കെ പറയാന്നല്ലാണ്ട് ഓഫ് ചെയ്ത് പഠിക്കണം. അതെ പോയി ഫുഡ് എടുക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. മുബാസ് വാ കഴിക്ക്. മുബാസ് ഞാൻ കൊടുക്കൂല, കാരണം ഓനോട് ഞാൻ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിണ്ടായില്ലേ ഞാൻ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞേ. അപ്പൊ ഇന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് മോര് തൊത്ത് കഴിക്കാൻ കുറച്ച് ഉപ്പിട്ട് മോരെടുക്കാൻ. വലിയ വിലയില്ലാതെ നെയ്ച്ചോറിന് മോരോ നെയ്ച്ചോറ് തൈരൊക്കെ കൂട്ടാറല്ലേ? അത്ര ഐഡിയ ഇല്ല. തൈരൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ക്ഷമ മുബാസിനെ വെളുമ്പട്ടെ. ഇപ്പൊ എല്ലാരും ചോദിക്കൂ മുബാസിന് എന്താ ഫുഡ് വേണോ വേണ്ടേന്ന് ചോദിച്ചു. ഓന് വേണമെന്നുണ്ടെ പറയാ, അതാണ്. അല്ലാണ്ട് അവൻ പറയലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇല്ലാത്ത ടൈമിന് ഓൻ പറയും വേണമെന്ന്. അപ്പൊ നമ്മൾ ഇല്ലാണ്ട് കൊടുക്കും. അങ്ങനെയാണ്. അല്ലാണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒരു ഗ്യാപ്പ് നമ്മൾ തമ്മിലില്ല. മുബാസെ അല്ലേ? എനിക്കിപ്പോ കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കുക, ഇല്ല കഴിക്കണ്ട. അവന് വേണേ കഴിക്കുക. അവൻ ഇങ്ങനെ പറയുമ്പോ പിന്നെ നമുക്ക് ഒരാൾ ഇരുത്തി കഴിക്കുന്ന പറഞ്ഞാൽ നെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമല്ല. അപ്പൊ ഏതായാലും നമ്മള് ഇത് കഴിക്കാണ്. ടേസ്റ്റ് നോക്കാതെ ഇത്ര ചോറൊന്നും നോക്കി വേണ്ട. ഞാൻ ഡയറ്റില്ല. ആൾക്കാർ ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ കറി
ഇങ്ങനത്തെ കോയിന്റെ ലെഗ് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും മോക്കും ഇഷ്ടം. എനിക്ക് ലെഗ് ഇഷ്ടം. ചോദിക്കാനൊരുങ്ങ അങ്ങനെ മനസ്സിലായി. അതെ അതെ അതെ. അങ്ങനെ ആരോ പറക്കണ കുക്കറിന്ന്. കൊല്ലം ചൂട് പറക്കാം. ചൂടല്ല ലെഗ് എന്ന് പറഞ്ഞാല് ആവിയാ പറക്കണേ. കുറച്ച് വലുതായി കട്ടി. പിന്നെ ഇത് ഭയങ്കര വേവായി സാധനത്തിനല്ലേ. ഞാൻ പറഞ്ഞത് ഗ്യാസ് ഒരു കുറ്റിയൊക്കെ അടുത്ത് ഒരു കുട്ടി ഗ്യാസ് കൊയ്പിടിക്കാർ തരണോ ഇത് കഴിക്കണമെങ്കിലേ കുറച്ച് കാണുന്നില്ല. എന്ത് ലെഗ് ഇനി ലെഗ് അത് വേറെന്തോ ഒന്ന് നിങ്ങൾ വെച്ചോ. ഇനി ലെഗ് ലെഗ് തിന്നോടില്ലാത്ത പീസാക്കി തരുന്ന പഠിച്ചോനെ. ഞാൻ പറഞ്ഞ ഒറ്റ കാമത്തല് പ്ലേറ്റ് ഒറ്റ കാമത്തല്. ചൂടുള്ളതിലൊക്കെ ഉതിർന്നൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ലഗോണ് എന്താ പുരയിൽ നല്ല കേതറ്. ഓ എന്തോ എന്റെ ആട്ടുകല എനിക്ക് വണ്ടിയിട്ടല്ലേ ഓണെന്താക്കിയ എല്ലാരും എന്താക്കാനത് നീ കഴിക്കൂലത് വേണ്ടായിട്ട് ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഡിമാൻഡ് ആക്കിയാ പിന്നെ അമ്മ എന്താക്കിയ ആയുഷ് വരാനായിരിക്കണം. ഇനി ഓന്റെ ഒരു മുമ്പോ അതല്ലേ ലഗോണ് കറി വെച്ച് ഞാൻ ചോറ് പത്തിരി പൊറാട്ട ഒക്കെ കഴിച്ചു നോക്കേണ്ടി. നെയ്ച്ചോറ് നല്ല വേവണം. നല്ല കുക്കാണ് എന്നാലും തൈരോ എന്താ അച്ചാറോ അച്ചാറോ മോരുണ്ട്. നെയ്ച്ചോറ് ഞാൻ ആദ്യമായിട്ട് മോര് കിട്ടുന്ന കണ്ട്. മതി മതി. ആ ഒരു ഫീൽ. മോര് കൂട്ടിയിട്ടുള്ള മോര് കൂട്ടി നെയ്ച്ചോറ് ഉണ്ടായി തോന്നുന്നുണ്ടപ്പോ. കുഴപ്പമില്ല. വേറെ മണ്ണെന്ത് പേടിക്കാനാണ്. ഇവിടേക്ക് പേടിയില്ല. അറിയോ ഇവിടെ ഞാൻ ഡയലോഗ് കൊറേ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്തു പോകുന്നുള്ള പേടിക്ക്. അല്ലാണ്ട് ഓളൊന്നും ആണില്ല. എന്റെ പണയത്തിലായാലും വെപ്പ് എന്തായിരിക്കും ഇല്ല. അറിയാതെ ഞാൻ ആരാന്നുള്ളത്. അപ്പൊ നാളെ കാണാം. എല്ലാവരും ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ മറ്റേ കുട്ടികൾക്കുള്ള അതൊന്ന് നോക്കണ്ടിട്ടോ. ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നത്. 150 ആക്കിയുള്ളത് ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട്, മറക്കണ്ട. നോക്കേണ്ടി ഏതായാലും. അപ്പൊ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബൈ ബൈ ടാറ്റാ. ബൈ ബൈ പറയ്. തിന്നു തിരക്കി അറിയില്ല.